Now let us see how HVAC becomes an integrated approach. How HVAC becomes an integrated approach. So with the advent of new innovative technologies, the new generation of HVAC systems has become both energy and cost efficient. അതായത് നമ്മുടെ പുതിയ HVAC സിസ്റ്റം, അതായത് ഇപ്പോൾ നമ്മുടെ കാലത്ത് ഒരുപാട് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് എല്ലാം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂ ജനറേഷൻ HVAC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബോത്ത് എനർജി ആസ് വെൽ ആസ് കോസ്റ്റ് എഫിഷ്യന്റ്. Energy and cost efficient with the advent of new and innovative technologies. So, the basic operations of heating, cooling, ventilation and air conditioning are brought together in a single or connected system in buildings. The basic operations of heating or cooling, ventilation and air conditioning are brought together in single unit or connected systems. അതായത് HVAC എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കോമ്പിനേഷൻ ഓഫ് സിസ്റ്റംസ് ആണ്. എന്തെല്ലാം ഉണ്ട് അതിൽ? ഹീറ്റിംഗ് ഓർ കൂളിംഗ് സിസ്റ്റം ഉണ്ട്, വെന്റിലേഷൻ ഉണ്ട്, എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ട്. സോ ഇപ്പോഴത്തെ HVAC എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് ബേസിക് ഓപ്പറേഷൻസ് എല്ലാം സിംഗിൾ സിസ്റ്റം ആയിട്ടോ അല്ലെങ്കിൽ ഒരു കണക്റ്റഡ് സിസ്റ്റം ആയിട്ടോ ആണ് ഇപ്പോൾ വരുന്നത്. Though the equipments used for achieving these are different or location of equipments in the building are centralized or local, the ultimate concern of indoor air quality is fulfilled in an integrated manner in modern HVAC system. അതായത് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഓപ്പറേഷൻസിന് നമുക്ക് പല പല എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യേണ്ടി വരുന്നു. അതായത് ഹീറ്റിങ്ങിന് പ്രത്യേക എക്യുപ്മെന്റ് വേണം, ഹീറ്റിങ്ങിനും കൂളിങ്ങിനും വേറെ വേറെ എക്യുപ്മെന്റ്സ് വേണം, വെന്റിലേഷന് വേറെ, എയർ കണ്ടീഷനിങ്ങിന് വേറെ. അത് മാത്രമല്ല ഈ ഇതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒന്നി ബിൽഡിങ്ങിന് സെൻട്രലൈസ്ഡ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ലോക്കൽ ആയിരിക്കും. എന്നാലും ഇൻഡോർ എയർ ക്വാളിറ്റി എന്നുള്ള ആ ഒരു കൺസേൺ പുതിയ HVAC സിസ്റ്റം ഒരു ഇന്റഗ്രേറ്റഡ് മാനറിലാണ് ഫുൾഫിൽ ചെയ്യുന്നത്. അതായത് നമ്മുടെ HVAC സിസ്റ്റത്തിനകത്ത് വരുന്ന സിസ്റ്റംസ് എന്തൊക്കെയാണ്? ഹീറ്റിംഗ് ഓർ കൂളിംഗ് സിസ്റ്റം, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. സോ ഈ ഓരോ സിസ്റ്റത്തിനും പ്രത്യേകം എക്യുപ്മെന്റ്സ് വേണം. അതിന്റെ ലൊക്കേഷൻ ഐദർ സെൻട്രലി ഓർ ലോക്കലി ഇൻ എ ബിൽഡിംഗ്. എന്നാലും the ultimate concern of indoor air quality is fulfilled in integrated manner. Indoor air quality concern is fulfilled in integrated manner. Is fulfilled in integrated manner. So അതാണ് HVAC ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയാൻ കാര്യം. ഓരോ സിസ്റ്റത്തിന്, അതായത് ഹീറ്റിങ്ങിനും വെന്റിലേഷനും എയർ കണ്ടീഷനിങ്ങിനും വേറെ വേറെ എക്യുപ്മെന്റ്സ് ആണ് വേണ്ടത്. ആൻഡ് ഈ എക്യുപ്മെന്റ്സ് എല്ലാം ഐദർ സെൻട്രലി ഓർ ലോക്കലി പ്ലേസ് ഇൻ എ ബിൽഡിംഗ് ആണെങ്കിലും ഇൻഡോർ എയർ ക്വാളിറ്റി എന്നുള്ള കൺസേൺ വളരെ ഇന്റഗ്രേറ്റഡ് മാനറിലാണ് പുതിയ HVAC സിസ്റ്റത്തിൽ
fulfill ചെയ്യുന്നത്. Next, classification of HVAC. Classification of HVAC. Moving on to the classification of HVAC. എന്താണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. There are two major classifications, central system and decentralized or local system. Central system and the other one decentralized or local system. So these are the two classifications of HVAC. Central system in the chart, the primary equipment location to be centralized as conditioning entire building as a whole unit. So central system is a type in which primary equipment location is to be centralized as conditioning entire building as a whole unit. So here primary equipment location centralized as conditioning entire building as a whole unit. Now the other type is decentralized or local system, in which the equipment separately conditioning a specific zone as part of a building. The equipment separately conditioning a specific zone as part of a building. So പേര് പോലെ തന്നെ സെൻട്രൽ സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണെങ്കിൽ എങ്ങനെയാണ് ഒരു ബിൽഡിങ്ങിനെ ആസ് എ ഹോൾ ആയിരിക്കും കണ്ടീഷനിങ് ചെയ്യുന്നത്. അതേസമയം ഡീസെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ ലോക്കൽ സിസ്റ്റം ആണെങ്കിൽ ഒരു എക്യുപ്മെന്റ് ഒരു ബിൽഡിങ്ങിന്റെ ഒരു സ്പെസിഫിക് സോണിനെ മാത്രമായിരിക്കും കണ്ടീഷനിങ് ചെയ്യുക. Therefore, air and water distribution system should be designed based on system classification and location of primary equipment. സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷനും പ്രൈമറി എക്യുപ്മെന്റിന്റെ ലൊക്കേഷൻ അനുസരിച്ച് വേണം എയർ ആൻഡ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യാൻ. The criteria mentioned above should also be applied in selecting between the two systems. അതുപോലെ തന്നെ വേണം ഇതിൽ ഏത് സിസ്റ്റം സെലക്ട് ചെയ്യണം എന്നുള്ളത് അതനുസരിച്ച് വേണം ചെയ്യാൻ. So this is about the classification of HVAC. Classification of HVAC. Next is types of HVAC system. Types of HVAC system. There are 4 important types of HVAC system. Among them, the first one is split HVAC system.
split HVAC system. The most common type of HVAC system are heating and cooling split system. ഇതാണ് most common type. This is the most common type, that is heating and cooling split systems. Heating and cooling split systems. Heating and cooling split system. So here split HVAC system has two main units, one for heating and one for cooling. ഇതിന് രണ്ട് main units ഉണ്ട്, one for heating and one for cooling. There are two main units. അതിൽ ഒരെണ്ണം ഹീറ്റിങ്ങിനും ഒരെണ്ണം കൂളിങ്ങിനും. So split HVAC system has two main units, one for heating and the other one for cooling. They usually contain one indoor unit such as a furnace and one outdoor unit such as central air conditioner, often located outside. So ഇതിൽ one indoor unit like furnace and one outdoor unit such as central air conditioner, So split HVAC system ആണ് most common type. അതിൽ രണ്ട് main units ഉണ്ട്, ഹീറ്റിങ്ങിനും കൂളിങ്ങിനും സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് യൂണിറ്റ്സ് ഉണ്ട്. ഒരു ഇൻഡോർ യൂണിറ്റ് ഉണ്ട് ഫർണസ്, ഒരു ഔട്ട്ഡോർ യൂണിറ്റ് കാണും like central air conditioner which is located outside. So this system uses the traditional thermostat to manage temperature and is able to keep most houses at desired temperature. So temperature management traditional thermostat ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. Temperature management using traditional thermostat. So traditional thermostat ഉപയോഗിച്ചാണ് സ്പ്ലിറ്റ് HVAC സിസ്റ്റത്തിലെ ടെമ്പറേച്ചർ മാനേജ്മെന്റ്. ആൻഡ് അത് ഉപയോഗിക്കുന്നതോടെ നമുക്ക് വേണ്ട ടെമ്പറേച്ചർ നമുക്ക് വീട്ടിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. So split HVAC system units have cooling system outside which uses refrigerant, compressors and coils to cool air and a fan to blow out hot air. So ഇതിന്റെ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആയിരിക്കും. കൂളിംഗ് സിസ്റ്റം അതാണ് നമ്മൾ പറഞ്ഞത്. വൺ ഇൻഡോർ സിസ്റ്റം, വൺ ഇൻഡോർ യൂണിറ്റ് ഉണ്ട് ഫർണസ്, ഔട്ട്ഡോർ യൂണിറ്റിലാണ് സെൻട്രൽ എയർ കണ്ടീഷണർ വരുന്നത്. സോ കൂളിംഗ് സിസ്റ്റം പുറത്താണ് ഇരിക്കുന്നത്. കൂളിംഗ് സിസ്റ്റത്തിൽ എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ട്? റെഫ്രിജറന്റ്, കൂളിംഗ് സിസ്റ്റത്തിൽ റെഫ്രിജറന്റ്, കംപ്രസേഴ്സ് ആൻഡ് കോയിൽസ്, compressor and coil to cool air. എയറിനെ കൂളിംഗ് സിസ്റ്റത്തില് എയറിനെ കൂൾ ചെയ്യാൻ വേണ്ടി, കൂളിംഗ് സിസ്റ്റം ഔട്ട്ഡോറിലാണ് ഇരിക്കുന്നത്, അതിനകത്ത് എയറിനെ കൂൾ ചെയ്യാൻ വേണ്ടി റെഫ്രിജറന്റും കംപ്രസറും ഓയിലും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹോട്ട് എയറിനെ പുറത്തോട്ട് ബ്ലോ ചെയ്യാൻ ഫാൻ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഫാൻ ടു ബ്ലോ ഔട്ട് hot air. ഫാൻ ഉപയോഗിച്ചാണ് ഹോട്ട് എയറിനെ പുറത്തോട്ട് ബ്ലോ ചെയ്ത് വിടുന്നത്. Now they are usually the large AC units placed outside home which run during summer. So ഇതിനെ പറയുന്നതാണ് large AC units placed outside home. സമ്മറിൽ വർക്ക് ചെയ്യുന്ന വീടുകൾക്ക് വെളിയിൽ വയ്ക്കുന്ന ലാർജ് AC യൂണിറ്റ്സ് ആണ് കൂളിംഗ് സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ.
they are usually the cooling system എന്ന് പറയുന്നത് ഈ വീടുകളുടെയൊക്കെ വെളിയിൽ സമ്മറിൽ യൂസ് ചെയ്യാൻ വേണ്ടി ലാർജ് AC യൂണിറ്റ്സ് വയ്ക്കും. അതാണ് ഈ കൂളിംഗ് സിസ്റ്റം. Now this is the first type. Now second type of HVAC system is hybrid split system. Hybrid split system. The second type of HVAC system is hybrid split system. So അതെന്താണെന്ന് നോക്കാം. Hybrid split system. It is similar to split HVAC system and very energy efficient in comparison due to the fact that they have electric hybrid heater system. Split HVAC പോലെയാണ്, പക്ഷേ it is energy efficient. ഇത് വളരെ എനർജി എഫിഷ്യന്റ് ആണ്. നമ്മുടെ സ്പ്ലിറ്റ് HVAC സിസ്റ്റം പോലെ തന്നെയാണ് ഹൈബ്രിഡ് സ്പ്ലിറ്റ് സിസ്റ്റം. പക്ഷേ ഹൈബ്രിഡ് സ്പ്ലിറ്റ് സിസ്റ്റം എനർജി എഫിഷ്യന്റ് ആണ് ബിക്കോസ് അതിനകത്ത് ഇലക്ട്രിക് ഹൈബ്രിഡ് ഹീറ്റർ സിസ്റ്റം ഉണ്ട്. ഇറ്റ് ഹാസ് ഇലക്ട്രിക് ഹൈബ്രിഡ് ഹീറ്റർ system. Energy efficient and because it has electric hybrid heater system. That gives the homeowner the ability to choose between gas power or electric power to heat at a home. Electric hybrid heater system ആയാലും നമുക്ക് ചൂസ് ചെയ്യാം ഗ്യാസ് പവർ വേണോ ഇലക്ട്രിക് പവർ വേണോ. അതുകൊണ്ട് we can choose between gas power or electric power. So energy efficient ആവാനുള്ള കാര്യം ഇലക്ട്രിക് ഹൈബ്രിഡ് ഹീറ്റർ സിസ്റ്റം ആണ്. സോ ഹൗസ് ഓണറിന് ചൂസ് ചെയ്യാം ഗ്യാസ് പവർ വേണോ ഇലക്ട്രിക് പവർ വേണോ എന്നുള്ളത്. The split hybrid heating and cooling system are great for climates and temperature can be chosen during colder months. അതായത് ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിലെ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് യൂണിറ്റ് നല്ല യൂണിറ്റ്സ് ആണ് ഫോർ ക്ലൈമറ്റ്. ഏത് ക്ലൈമറ്റിന് നല്ലതാണ്, സൂട്ടബിൾ ഫോർ ഓൾ ക്ലൈമറ്റ് ആൻഡ് നമുക്ക് വേണ്ട ടെമ്പറേച്ചർ ചൂസ് ചെയ്യാം. It is suitable for all climate, and then this HVAC system is controlled by thermostat located within the home and forces air through ducts. ഇവിടെ temperature control using thermostat located within home. വീട്ടിനകത്താണ് തെർമോസ്റ്റാറ്റ് വെച്ചേക്കുന്നത് and forces air through ducts. Air is forced through ducts. So air ine ductsiലൂടെയാണ് ഫോഴ്സ് ചെയ്യുന്നത്. സോ ഹൈബ്രിഡ് സ്പ്ലിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് സ്പ്ലിറ്റ് HVAC സിസ്റ്റം പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ എനർജി എഫിഷ്യന്റ് ആണ്. കാരണം ഇലക്ട്രിക് ഹൈബ്രിഡ് ഹീറ്റർ സിസ്റ്റം ആണ്. ഇലക്ട്രിക് ഹൈബ്രിഡ് ഹീറ്റർ സിസ്റ്റം ആയതുകൊണ്ട് എങ്ങനെയാണ് ഹൗസ് ഓണർ ക്യാൻ ചൂസ് ബിറ്റ്വീൻ ഗ്യാസ് പവർ ആൻഡ് ഇലക്ട്രിക് പവർ. This is suitable for all climate and thermostat is used for temperature control and it is located within the home. Air is forced through ducts. Here air is forced through ducts. Now the third is ductless mini split system. Ductless mini split system. അതാണ് third type, ductless mini split system. So ductless HVAC സിസ്റ്റത്തിനകത്ത്
multiple inside units located in each room. ഇതിനകത്ത് there are multiple inside units located in each room. So ductless mini split system has multiple inside units located in each room and can be controlled separately for heating and cooling. Controlled separately for heating and cooling. അങ്ങനെ നമുക്ക് ഹീറ്റിങ്ങിനും കൂളിങ്ങിനും ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. The mini split units are mounted on room walls and connected to compressor located outside. So mini split units, they are mounted on walls and connected to compressor located outside. So ഈ മിനി സ്പ്ലിറ്റ് സിസ്റ്റത്തിലെല്ലാം നമ്മൾ റൂമിന്റെ വാൾസിൽ മൗണ്ട് ചെയ്തിട്ട് അതിനെ വെളിയിലുള്ള ഔട്ട്സൈഡ് ദ ബിൽഡിങ്ങിന്റെ വെളിയിലുള്ള കംപ്രസറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. They are easier to install than central AC system but very costly. Split system ആണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ very costly ആണ്. Easy to install but it is very costly. Split system ഇൻസ്റ്റാൾ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എനർജി കൺസർവേഷൻ. ഇതിൽ ഒരുപാട് എനർജി കൺസർവേഷൻ ഉണ്ട്. എങ്ങനെയാ? Since individual rooms that are being used are being heated or cooled, it keeps exterior or unused rooms from wasting energy. നമ്മൾ പറഞ്ഞു മിനി മൾട്ടിപ്പിൾ ഇൻസൈഡ് യൂണിറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ഈച്ച് റൂം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഏത് റൂമിനെയാണോ കൂൾ ചെയ്യേണ്ടത് അതിനകത്തുള്ള യൂണിറ്റ്സ് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. സോ അത്രയും സ്പേസിനെ കൂൾ ചെയ്യാൻ വേണ്ടിയുള്ള എനർജി മാത്രമേ വരുന്നുള്ളൂ. സോ ഈ യൂണിറ്റ്സ് ഇല്ലാത്ത റൂമിനെ പുറത്തുള്ള റൂം ഭാഗങ്ങളിലൊന്നും കണ്ടീഷൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് എനർജി അവിടെ വേസ്റ്റ് ആവുന്നില്ല. അങ്ങനെയാണ് എനർജി കൺസർവേഷൻ വരുന്നത്. Now the last and the fourth important type is packaged heating and air system. Packaged heating and air system. Packaged heating and air system. So it is a combination that contains both heating and air units all in one. It is a combination that contains heating and air units all in one. So ഇവിടെ എങ്ങനെയാണ്? Heating and air units all in one. So combination ആണ്. അവിടെ heating air unit ഒന്നിച്ചാണ്. So this is usually installed in the attic or on top floor in a storage space of multi-storage building. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ആറ്റിക്കിലോ അല്ലെങ്കിൽ ടോപ്പ് ഫ്ലോർ ഇൻ എ സ്റ്റോറേജ് സ്പേസ്. ടോപ്പ് ഫ്ലോർ ഇൻ എ storage space of multi-storage building. So അങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്, വെക്കുന്നത്. Now it is able to cool and heat a home with one unit and is incredibly energy efficient. ഇത് വളരെ എനർജി എഫിഷ്യന്റ് ആണ്. കാരണം എന്താ?
one unit is used to heat and cool. ഇത് വളരെ എനർജി എഫിഷ്യന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് തന്നെയാണ് ഹീറ്റ് ചെയ്യാനും കൂൾ ചെയ്യാനും യൂസ് ചെയ്യുന്നത്. Now it's often used in areas where warmer climates are common. Warmer climates common ആയിട്ടുള്ള ഏരിയയിലാണ് ഇത് സാധാരണമായി യൂസ് ചെയ്യുന്നത്. Warmer climates ഉള്ളിടത്താണ് ഇത് സാധാരണമായി യൂസ് ചെയ്യുന്നത്. And heat is electrically generated. ഇതിൽ ഹീറ്റ് ഇലക്ട്രിക്കലി ജനറേറ്റ് ചെയ്യുന്നു. Heat is electrically generated. So the fourth type is packaged heating and air system. അവിടെ അതൊരു കോമ്പിനേഷൻ സിസ്റ്റം ആണ് where heating and air unit is all in one. Now here attic or top floor in a store അത് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ആറ്റിക്കിലോ അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന്റെ സ്റ്റോറേജ് ടോപ്പ് ഫ്ലോറിലെ സ്റ്റോറേജ് സ്പേസിലൊക്കെ ആയിരിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് വളരെ എനർജി എഫിഷ്യന്റ് ആണ്. കാരണം എന്താ, ഒരു റൂമിനെ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ റൂമിനെ ഹീറ്റ് ചെയ്യാനും കൂൾ ചെയ്യാനും ഒരു യൂണിറ്റിന്റെ ആവശ്യമേ ഉള്ളൂ. അത് യൂഷ്വലി വാർമർ ക്ലൈമറ്റ്സ് കോമൺ ആയിട്ടുള്ള റീജിയനിലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹീറ്റ് ഇസ് ഇലക്ട്രിക്കലി ജനറേറ്റഡ്.